വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. സംസാരിക്കണില്ല, വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. എന്താ ഭാഷാ സംഘം? ഭാഷാ സംഘം എന്താ? ഔദ്യോഗിക ഭാഷ എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ഭാഷാ സംഘം. ഒന്നും കൂടെ പറയാം. ഔദ്യോഗിക ഭാഷ എളുപ്പത്തിൽ പഠിക്കുന്നതിനായി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് എന്താ? ഭാഷാ സംഘം. അടുത്ത നോക്കൂ, രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനത്തിന് വിളിക്കുന്ന പേരെന്താ? രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനത്തിന് വിളിക്കുന്ന പേരെന്താ? ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്. എന്താണ്? ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്. ഇങ്ങനെയും പറയാം കേട്ടോ. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ഇങ്ങനെയും കാണാം ചിലപ്പോൾ. ഓക്കെ, ഇതിന്റെ പൂർണ്ണരൂപം ചോദിച്ചാലോ? ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്നാണ് പൂർണ്ണരൂപം. നെക്സ്റ്റ് നോക്കൂ, വെർച്വൽ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം പുറത്തിറക്കിയ ആദ്യ ബാങ്ക് ഏതാണ്? വെർച്വൽ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം പുറത്തിറക്കിയ ആദ്യ ബാങ്ക് ആണ് HDFC. ഏതാണ്? HDFC. നെക്സ്റ്റ് വൺ, 1 മുതൽ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 8 വരെയുള്ള OBC വിദ്യാർത്ഥികൾക്ക്, OBC കാറ്റഗറിയിൽ പെടുന്ന 1ാം ക്ലാസ് മുതലുള്ള 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പിന്റെ പേരെന്താ? സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പാണ് കെടാവിളക്ക്. എന്താ കെടാവിളക്ക്? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പിന്റെ പേരാണ് കെടാവിളക്ക്. അടുത്ത നോക്കൂ, 3ാം തവണയും അധികാരത്തിലേറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായി സന്ദർശിക്കുന്ന വിദേശ രാജ്യമാണ് ഇറ്റലി. പ്രധാനമന്ത്രി സന്ദർശിച്ച വിദേശ രാജ്യങ്ങൾ മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കണം. 3ാം തവണയും അധികാരത്തിലേറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണ അധികാരത്തിലേറിയ ശേഷം ആദ്യമായി സന്ദർശിച്ച വിദേശ രാജ്യമാണ് ഏത്? ഇറ്റലി. നെക്സ്റ്റ് വൺ, 2023 പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച 2023 പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ഹൈക്കോടതി ഏതാണ്? ഗുവാഹത്തി. ഇന്ത്യയിലെ ഹൈക്കോടതി ഗുവാഹത്തി. നെക്സ്റ്റ് വൺ, വേർഡ് ഓഫ് ദ ഇയർ ആയി കോളിൻസ് നിഘണ്ടു തെരഞ്ഞെടുത്തത് ഏതിനെ? കഴിഞ്ഞ വർഷം, അത് ഈ വർഷം തെരഞ്ഞെടുക്കാറായിട്ടില്ലല്ലോ. 2024 കഴിയുമ്പോഴല്ലേ 2024 തെരഞ്ഞെടുക്കുക. അപ്പോൾ വേർഡ് ഓഫ് ദ ഇയർ ആയി, വേർഡ് കേട്ടാ, ഏത് വേർഡ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ വേർഡ് ഓഫ് ദി ഇയർ ആയി കോളിൻസ് നിഘണ്ടു തെരഞ്ഞെടുത്തത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഒന്നും കൂടെ ഞാൻ പറയാണ്, ഔദ്യോഗിക ഭാഷ എളുപ്പം പഠിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് എന്ത്? ഭാഷാ സംഘം. രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യ വിവരങ്ങൾ ഒരുമിച്ച് ശേഖരിച്ച് വെക്കാനുള്ള സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ്. ഇനി വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ആദ്യ ബാങ്കിന്റെ പേരാണ് HDFC. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC കുട്ടികൾക്ക് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക്. നെക്സ്റ്റ് വൺ, 3ാം തവണ അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യമാണ് 3ാം തവണ അധികാരത്തിലേറിയതിനു ശേഷം സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യമാണ് ഏത്? ഇറ്റലി. നെക്സ്റ്റ് വൺ, 2023 പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച ഹൈക്കോടതി ഇന്ത്യയിലെ ഗുവാഹത്തി. 2023 വേർഡ് ഓഫ് ദ ഇയർ ആയി കോളിൻസ് നിഘണ്ടു തെരഞ്ഞെടുത്ത വേർഡ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ക്ലിയർ ആയല്ലോ ഇത്രയും? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ, മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ സംസ്ഥാനം. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. നെക്സ്റ്റ് വൺ, 7ാം തവണയും തുടർച്ചയായി സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം നേടിയ നഗരം. ഇൻഡോർ.
7ാം തവണയും തുടർച്ചയായി സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം നേടിയ നഗരം? ഇൻഡോർ. എന്താ സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം? വൃത്തിയുള്ള നഗരം അല്ലെ എന്ന് പറയുന്ന അതിനുള്ള അവാർഡ് പറയുന്ന പേരാണ് സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം. അത് 7 തവണ കണ്ടിന്യൂസ് ആയിട്ട് ആർക്ക് കിട്ടി? ഇൻഡോറിന് കിട്ടി. നെക്സ്റ്റ് വൺ, വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങൾ, ആദിവാസികളല്ലാത്ത ആൾക്കാര് വനങ്ങളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതി. ഈ പദ്ധതിയുടെ പേര് ഇപ്പൊ മാറ്റേണ്ടായി. ആ പദ്ധതിയുടെ പുതിയ പേരാണ് നവകിരണം. എന്താണ് നവകിരണം? അപ്പൊ എന്താ? വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയായ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പുതിയ പേര് എന്താണ്? നവകിരണം. എന്താണ്? നവകിരണം. നെക്സ്റ്റ് വൺ, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹത നേടിയ സൊസൈറ്റി. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹത നേടിയ സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഏതാണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. നെക്സ്റ്റ് വൺ, പ്രളയ വിവരങ്ങൾ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രളയ വിവരങ്ങൾ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര ജല കമ്മീഷൻ ഏർപ്പെടുത്തിയ ആപ്ലിക്കേഷൻ ഫ്ലഡ് വാച്ച്. കേന്ദ്ര ജല കമ്മീഷന്റെ ആപ്ലിക്കേഷൻ ഫ്ലഡ് വാച്ച്. നെക്സ്റ്റ് വൺ, പട്ടികജാതിക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. പട്ടികജാതിക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ പദ്ധതിയാണ് സമുന്നതി. ഒന്നും കൂടെ പറഞ്ഞാലോ നമുക്ക്? മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ സംസ്ഥാനം കേരളം. 7ാം തവണയും തുടർച്ചയായി സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം നേടിയ നഗരമാണ് ഇൻഡോർ. വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് നവകിരണം. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹത നേടിയ സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഈ പ്രളയ വിവരങ്ങൾ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര ജല കമ്മീഷന്റെ ആപ്ലിക്കേഷനാണ് ഫ്ലഡ് വാച്ച്. നെക്സ്റ്റ് വൺ, പട്ടികജാതിക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. ഇത്രയും ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കാട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നോക്കൂ, അതിക്രമങ്ങൾ നേരിടാൻ വേണ്ടി സ്ത്രീകളെയും കുട്ടികളെയും സജ്ജരാക്കാൻ സൗജന്യമായി അവർക്ക് സ്വയം പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കാൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സൗജന്യ പദ്ധതിയുടെ പേര് ജ്വാല. അതായത് നമുക്കറിയാം, ഇപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ അതിക്രമങ്ങൾ നേരിടാണ്. അപ്പൊ അതിനെതിരെ സ്വയം അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് സൗജന്യമായിട്ട് എന്ത് കൊടുക്കുകയാണ്? പ്രതിരോധ മുറകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് വനിതാ പോലീസിന്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ആ പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ? ജ്വാല പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത്. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് കാന്തള്ളൂര്. ഏതാണ്? കാന്തള്ളൂരാണ്. സ്ഥലം എവിടെയാണ്? ഇടുക്കിയിലാണ് കേട്ടോ. യൂണിസെഫിന്റെ ഇന്ത്യൻ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടിയാണ് കരീന കപൂർ. യൂണിസെഫിന്റെ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി കരീന കപൂർ 2023 ഡിസംബറിൽ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത നഗരം എന്ന് പറയുന്ന നഗരമാണ് കൊൽക്കത്ത. 3 പ്രാവശ്യം ഈ കൊൽക്കത്തയ്ക്ക് തുടർച്ചയായിട്ട് ഈ മൂന്നാമത്തെ തവണയാണ് കൊൽക്കത്തയ്ക്ക് ഈ ഒരു എന്താ പറയുന്നത് അവാർഡ് കിട്ടുന്നത് കേട്ടോ. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾ, വയസ്സായ ആൾക്കാർ തന്നെ താമസിക്കുന്നുണ്ടാവല്ലോ, അവർക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. എന്താണ് കേരള പോലീസിന്റെ പദ്ധതി? പ്രശാന്തി. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി.
നെക്സ്റ്റ് വൺ ഇപ്പം നമുക്കറിയാം AI വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സിസ്റ്റം നിങ്ങൾ പഠിക്കണം. എന്താ അതിന്റെ പേര്? കോപൈലറ്റ്. മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സിസ്റ്റത്തിന്റെ പേര് കോപൈലറ്റ്. ഇനി ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ സർവശക്തി. ഒന്നും കൂടെ പറയാം നമുക്ക്. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും സജ്ജമാക്കാൻ, സൗജന്യമായി അവർക്ക് സ്വയം പ്രതിരോധത്തിനുള്ള മുറകൾ പരിശീലിപ്പിക്കാൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സൗജന്യ പദ്ധതി ആരംഭിച്ചു. അതിന്റെ പേര് ജ്വാല. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തള്ളൂർ. യൂണിസെഫിന്റെ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി കരീന കപൂർ. 2023 ഡിസംബറിൽ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്ത. 3ാമത്തെ പ്രാവശ്യമാണ് കൊൽക്കത്ത നഗരം ഈ അവാർഡിന് അർഹമാകുന്നത്. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രശാന്തി. മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനത്തിന്റെ പേരാണ് കോപൈലറ്റ്. നെക്സ്റ്റ് വൺ, ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തെ പ്രതിരോധിക്കാനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് എന്ത് പഠിക്കുന്നുള്ളൂ, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുള്ളൂ. വളരെ ഭംഗിയായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നിർബന്ധമായിട്ടും ഭംഗിയായിട്ട് വായിക്കുക, അതുപോലെ കേൾക്കുക. അതിനുശേഷം നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.